അപകടത്തിൽപ്പെട്ട കപ്പലിലെ തീയണയ്ക്കുന്ന ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് 2 കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ വെള്ളം പമ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കോസ്റ്റ് ഗാർഡ് കപ്പലുകളായ സജീദും സമുദ്ര പ്രഹരിയുമാണ് ഈ ജോലി ചെയ്യുന്നത്. ദൃശ്യങ്ങൾ കാണാം. വിഷ്ണു പ്രകാശ് ചേരുന്നുണ്ട്. വിഷ്ണു, ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ്. തീ അണയ്ക്കാനുള്ള തീവ്ര ശ്രമം നടത്തുകയാണ് കോസ്റ്റ് ഗാർഡും നാവികസേന കപ്പലും ഒക്കെ തന്നെ. എന്തെങ്കിലും സാധ്യമായ വഴികൾ തെളിയുന്നുണ്ടോ? അടുത്തേക്ക് പോലും എത്താൻ കഴിയാത്ത വണ്ണം തീ പടർന്നു പിടിക്കുന്നു, സ്ഫോടനങ്ങൾ വെല്ലുവിളിയാകുന്നു എന്ന അറിയിപ്പാണ് നേരത്തെ ലഭ്യമായത്. എന്താണ് പുതിയ വിവരങ്ങൾ? പ്രതീക്ഷയെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ എല്ലാം നമുക്ക് കിട്ടിയിരുന്ന വിവരം ഇത്തരത്തിൽ ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കപ്പലുകൾക്ക് ഈ അപകടം പറ്റിയ കപ്പലിന്റെ അടുത്തേക്ക് എത്താൻ വളരെയേറെ പ്രയാസമുണ്ട്. ഈ തീ തുടർച്ചയായി ഈ തീ കത്തിക്കൊണ്ടിരിക്കുന്നതും അതുപോലെ ഈ കണ്ടെയ്നറുകളെല്ലാം തടസ്സം സൃഷ്ടിക്കുന്നു എന്നൊരു വിവരമാണ് ഒരു മണിക്കൂർ മുമ്പ് വരെ നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഏറ്റവും പുതിയ വിവരപ്രകാരം 2 കോസ്റ്റ് ഗാർഡ് കപ്പലുകൾക്ക് ഈ അപകടം പറ്റിയ കപ്പലിന്റെ സമീപ പ്രദേശത്ത് അടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സചേതും അതുപോലെ തന്നെ സമുദ്ര പ്രഹരിയും ഇപ്പോൾ 2 കപ്പലിൽ നിന്നും ഈ വെള്ളം പമ്പ് ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്ത് വരുന്നുണ്ട്. അത് ഒരു തരത്തിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും വലിയ രീതിയിലുള്ള തീകോളം ഇപ്പോഴും നിലനിൽക്കുക തന്നെയാണ്. ഈ വലിയ ഒരു മുന്നേറ്റം ഇതിൽ നടത്താൻ കോസ്റ്റ് ഗാർഡ് കപ്പലുകൾക്ക് സാധിച്ചിട്ടുള്ളത്. ഇതിലിപ്പോൾ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ പറയുന്നത് ഇപ്പോൾ പ്രാഥമികമായി ഈ കപ്പലിന്റെ ബൗണ്ടറി ലൈനിൽ നിന്നുള്ള ആ ഒരു കൂളിംഗ് നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത്. കാര്യം വലിയ രീതിയിലുള്ള തീയും അതുപോലെ തന്നെ ആ ഒരു ചൂടും എല്ലാം ആ പരിസരത്തുണ്ട്. അപ്പോൾ ആദ്യമായി ഇത്തരത്തിൽ വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് അതൊരു തണുപ്പിക്കുന്ന നടപടികളിലോട്ടാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് കപ്പലുകൾ കടന്നിട്ടുള്ളത്. 5 കോസ്റ്റ് ഗാർഡ് കപ്പലും ഒരു INS നേവിയുടെ ഒരു കപ്പലുമാണ് ഇപ്പോൾ ആ പരിസരത്ത് ഉള്ളത്. അവിടെ ക്യാമ്പ് ചെയ്ത് അവർ ഈ ഒരു കപ്പലിനെ നിരീക്ഷിച്ചു വരികയായിരുന്നു. അതിൽ നിന്നും ഇപ്പോൾ ഏറെ മുന്നോട്ട് പോയി ഈ വെള്ളം പമ്പ് ചെയ്യാൻ സാധിക്കുന്നു എന്നൊരു വലിയ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് വലിയ ശുഭ സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും മറ്റു നടപടികളിലോട്ട്, അതായത് കൂടുതൽ കപ്പലുകൾക്കെല്ലാം ഇനിയിപ്പോൾ ഈ കപ്പലിൻ്റെ അടുത്തേക്ക് എത്താൻ, ഈ അപകടം സംഭവിച്ച കപ്പലിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുള്ള ഒരു മാർഗം കൂടിയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. ആദ്യമായി ഈ കപ്പലിലെ ചൂട് കുറയ്ക്കുക, അത് കൂൾ ചെയ്ത ശേഷം മറ്റു കപ്പലുകൾക്കും മറ്റുള്ള ഈ 5 കപ്പലുകൾ ഉൾപ്പെടെയുള്ള ആ ഒരു രക്ഷാദൗത്യത്തിൽ ഉൾപ്പെടുന്ന കപ്പലുകൾക്ക് ഇനിയിപ്പോൾ ആ കപ്പലിൻ്റെ അടുത്തേക്ക് എത്താൻ സാധിക്കും. അതിൻ്റെ ഒരു പ്രാരംഭം എന്നോണമാണ് ഇപ്പോഴുള്ള ഒരു കാര്യങ്ങൾ നടക്കുന്നത്. വലിയ കണ്ടെയ്നറുകൾ അടക്കം സ്ഫോടനവും ഇപ്പോഴും നടക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങളിലെല്ലാം നേരത്തെ നേവി പുറത്തുവിട്ട ആ ദൃശ്യങ്ങളിലെല്ലാം നമുക്കത് ദൃശ്യമായിരുന്നു. സ്ഫോടനങ്ങൾ ആ കത്തുന്നതിനിടയിൽ തന്നെ തുടർച്ചയായുള്ള സ്ഫോടനങ്ങളെല്ലാം അതിൽ നിന്ന് വ്യക്തമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കപ്പലുകൾ എത്തി കൂടുതൽ തണുപ്പിച്ച ശേഷം കൂടുതൽ കപ്പലുകൾക്കും ഇതിലോട്ട് ഇപ്പോൾ എത്താൻ സാധിക്കും. നമുക്ക് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കപ്പലുകൾ വിവിധ ടീമുകളായി തിരിഞ്ഞ് ഒരു കപ്പൽ ഈ കൂളിംഗിനുള്ള സംവിധാനങ്ങൾ നടത്തുമ്പോൾ മറ്റ് കപ്പലുകൾ ഈ കാണാതായി പോയിട്ടുള്ള 4 നാവികരുണ്ട്. അതായത് ഈ അപകടത്തിൽപ്പെട്ട കപ്പലിലെ 4 പേരെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ സർച്ചിങ് ഓപ്പറേഷനുകളാണ് ഈ കപ്പലുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഒരു കപ്പൽ തീ അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് ഒന്ന് തണുപ്പിച്ചു കൊണ്ടുവന്ന ശേഷം കൂടുതൽ കപ്പലുകൾ എത്തി ഇവിടേക്ക് കൂടുതൽ വെള്ളം പമ്പ് ചെയ്ത് തീ അണയ്ക്കാനുള്ളൊരു ശ്രമം ആയിരിക്കും ഇനി ഉണ്ടാവുക. ഏതായാലും ഇപ്പോൾ നടക്കുന്നത് ഈ തീ പടർന്നു പിടിച്ചിരിക്കുന്ന കപ്പലുകളിലെ തീയെല്ലാം ഒന്ന് ഒരു നിയന്ത്രണ വിധേയമാക്കുക. അതായത് പ്രധാനമായും അതൊന്ന് തണുപ്പിച്ചെടുക്കുക. തണുപ്പിച്ച ശേഷം കൂടുതൽ കപ്പലുകൾ ഇവിടേക്ക് എത്തിച്ച് നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കൂടുതലായിട്ടുള്ള അവിടെ എത്തിയിട്ടുള്ള കപ്പലുകൾ തന്നെ കൂടുതലായി ഈ പരിസരത്തോട്ട് എത്തി ആ തീ നിയന്ത്രണ വിധേയമാക്കുന്ന ഒരു തരത്തിലോട്ട് നീങ്ങാനാണ് ഇപ്പോൾ ഇവർ ലക്ഷ്യമിടുന്നത്. അതായത് ഈ ഒരു രക്ഷാദൗത്യത്തിന്റെ ഭാഗമായി അതാണ് അടുത്ത ഒരു ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രാരംഭ നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ടോ ഈ ഒരു അവസ്ഥയിൽ ഈ ഒരു ഘട്ടത്തിൽ മാത്രമാണ് ഈ കപ്പലുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു അടുത്തോട്ട് എത്താൻ പാകത്തിനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയത്. അതിൽ നിന്നും ഇനി മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം തീ ഇപ്പോഴും ശമിക്കുന്ന അല്ലെങ്കിൽ തീയെ കെടുത്തുന്ന തരത്തിലുള്ള നടപടികളിലോട്ട് കടക്കാൻ ഉള്ള ബുദ്ധിമുട്ടുകൾ അത് മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഈ കോസ്റ്റ് ഗാർഡ് കപ്പലുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതോടൊപ്പം ഈ കണ്ടെത്തേണ്ട 4 പേരെയും ഉണ്ട്. അതിനുള്ള ഓപ്പറേഷനും ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. സെർച്ചിങ് ഓപ്പറേഷൻ മറ്റു കപ്പലുകൾ ഇപ്പോൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള സചേതും അതുപോലെ തന്നെ സമുദ്ര പ്രഹരി എന്ന കപ്പലുകൾക്ക് പുറത്തുള്ള ബാക്കി കോസ്റ്റ് ഗാർഡിന്റെയും നേവിയുടെയും കപ്പലുകൾ അവർക്ക് വേണ്ട തെരച്ചിലുകളും ആ സമീപ പ്രദേശത്ത് തന്നെ നടക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു ദൗത്യം ഉപേക്ഷിച്ചിട്ടില്ല. പൂർണ്ണമായും ഈ കപ്പൽ നേരത്തെയും നേവി PRO
അടക്കം വിശദമാക്കിയത് ഇവർ രാത്രിയും ഈ പരിസരത്ത് തന്നെ തുടരും. അതായത് ഈ അപകടം സംഭവിച്ച കപ്പൽ ഇപ്പോൾ അതിന് മറ്റു നിയന്ത്രണങ്ങളോ ഒന്നുമില്ല. കാരണം എഞ്ചിനോ നൽകിയത്